David from a poor shepherd boy was lifted up to become a great king of Israel. ഒരു പാവം ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് ഒരു മഹാരാജാവായി ഉയർത്തപ്പെട്ടു. Likewise today the Lord is going to bless you, dear friend. അതുപോലെ സ്നേഹിതന്മാരെ, ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Today you may be saying I am an ordinary person. ഇന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. But the days are coming that the Lord is going to make you leaders of this nation. എന്നാൽ ദൈവം ഈ രാജ്യത്ത് നിങ്ങളെ നേതാക്കന്മാരാക്കി തീർക്കുന്ന ദിവസങ്ങൾ ആഗതമാകുകയാണ്. Today the Lord has prepared a feast for every one of you. ഇന്ന് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. David said in Psalm 23:5, സങ്കീർത്തനം 23:5 ദാവീദ് പറഞ്ഞു, You prepare a table before me in the presence of my enemy. എന്റെ ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. Even today the Lord is inviting you all for his feast. ഇന്നും ദൈവം നിങ്ങളെ എല്ലാവരെയും തന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. Are you ready to dine with the Lord? നിങ്ങൾ കർത്താവിനോടൊപ്പം അത്താഴം കഴിക്കുവാൻ തയ്യാറാണോ? Come on, lift up your hands and say, Lord, I am ready. നിങ്ങൾ പറയുവിൻ, കർത്താവേ, ഞാൻ തയ്യാറാണ്. Remember me today, Lord. കർത്താവേ, ഇന്ന് അങ്ങെന്നെ ഓർക്കണമേ. Bless me with your abundance. അങ്ങയുടെ സമൃദ്ധി നൽകി എന്നെ അനുഗ്രഹിക്കണമേ. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന് സ്തുതി. Today you're going to carry baggages of blessings from the നിങ്ങൾ Lord. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ വഹിച്ച് പോകുവാൻ പോകുന്നു. You will not be able to carry the blessings even. നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളുടെ ഭാരം വഹിക്കുവാൻ പോലും സാധിക്കാതെ വരും. Our God is a very, very, very generous God. നമ്മുടെ ദൈവം വളരെ വളരെ ഔദാര്യമാനസനാണ്. He is our God who opens the windows of heaven and pours out the blessings upon his people. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് തന്റെ ജനത്തിന്റെ മേൽ അനുഗ്രഹം പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. They get ready for God's abundance, dear friend. ഇന്ന് ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകുവിൻ. God has already prepared everything for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. In Psalm 22:7 he says, സങ്കീർത്തനം 22:7 ദൈവം പറയുന്നു, they are laughing at me. എന്നെ കാണുന്നവരൊക്കെയും എന്നെ കളിയാക്കി ചിരിക്കുന്നു. They are insulting me. അവർ എന്നെ പരിഹസിക്കുന്നു. They are opening their mouths, they are shaking their heads and saying, David loved God. അവർ അതരം മലർത്തി തല കുലുക്കിക്കൊണ്ട് പറയുന്നു, ദാവീദ് ദൈവത്തെ സ്നേഹിച്ചു. David trusted in God. ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. Let his God save him. അവന്റെ ദൈവം അവനെ രക്ഷിക്കട്ടെ. Let David's God rescue him. ദാവീദിന്റെ ദൈവം ദാവീദിനെ രക്ഷിക്കട്ടെ. Finally, what had happened? അവസാനം എന്താണ് സംഭവിച്ചത്? The Lord indeed, who prepared a banquet for David, gave all his goodness to David. ദാവീദിന് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിരുന്ന ദൈവം തന്റെ സകല നന്മകളും ദാവീദിന് നൽകി. Right before the eyes of his own enemies, the Lord made David a great king of all Israel. അവന്റെ ശത്രുക്കൾക്ക് മുൻപാകെ തന്നെ ദൈവം ദാവീദിനെ ഇസ്രായേലിന്റെ മഹാരാജാവാക്കി മാറ്റി. David from a poor shepherd boy was lifted up to become a great king of Israel. ഒരു പാവം ആട്ടിടയ ബാലനായിരുന്ന ദാവീദ് ഒരു മഹാരാജാവായി ഉയർത്തപ്പെട്ടു. Likewise today the Lord is going to bless you, dear friend. അതുപോലെ സ്നേഹിതന്മാരെ, ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. My young little children, the Lord is going to lift you up to greater heights. എന്റെ യുവജനങ്ങളെ, ദൈവം നിങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ പോകുന്നു. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? Today you may be saying I am an ordinary person. ഇന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. But the days are coming that the Lord is going to make you
leaders of this nation. എന്നാൽ ദൈവം ഈ രാജ്യത്ത് നിങ്ങളെ നേതാക്കന്മാരാക്കി തീർക്കുന്ന ദിവസങ്ങൾ ആഗതമാകുകയാണ്. Come on, give a good clap to the Lord. ഒരു കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കുവിൻ. Are you not happy? നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ല? The Lord is going to bless your children. ദൈവം തന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. The Lord is going to bless you, my young children. എന്റെ യുവജനങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. Lord is going to bless you, my sister, my brother. എന്റെ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. He is having the best things for you. നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിന്റെ പക്കൽ ഉത്തമമായ അനുഗ്രഹങ്ങളുണ്ട്. Every blessing has been already prepared by God. നിങ്ങൾക്ക് വേണ്ടി സകല അനുഗ്രഹങ്ങളും ദൈവം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. The banquet is ready for you. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു. All you need to do is to fear and trust in Him. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൽ ആശ്രയിക്കണം. The Bible says, delight yourself in the Lord and He will give you the desires of your heart. വേദപുസ്തകം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. David delighted in God. ദാവീദ് യഹോവയിൽ രസിച്ചു. That's why he was blessed abundantly. അതുകൊണ്ടാണ് അവൻ സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചത്. Surely goodness will follow you, dear friend. സ്നേഹിതന്മാരെ, തീർച്ചയായും നന്മ നിങ്ങളെ പിന്തുടരും. Surely the Lord's love will follow you. ദൈവത്തിന്റെ സ്നേഹം തീർച്ചയായും നിങ്ങളെ പിന്തുടരും. For God to bless you, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ all you need is His love, dear friend. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. You may have failed Him many times, ഒരുപക്ഷെ നിങ്ങൾ പലതവണ ദൈവത്തെ പരാജയപ്പെടുത്തിയിരിക്കാം. but then God will never fail you. എന്നാൽ ദൈവം നിങ്ങളെ ഒരിക്കലും പരാജയത്തിലേക്ക് He തള്ളിവിടില്ല. will never fail ദൈവം you. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല, പരാജയപ്പെടുത്തില്ല. Things that the Lord has already prepared, He will give it to you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹങ്ങൾ എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും. Your enemies may insult you, നിങ്ങളുടെ ശത്രുക്കൾ ഒരുപക്ഷെ നിങ്ങളെ പരിഹസിച്ചിരിക്കാം. but then right before their eyes, you will be honored. എന്നാൽ അവർക്ക് മുൻപാകെ തന്നെ നിങ്ങൾ മാനിക്കപ്പെടും, അവർ അത് കാണും. My father, when he began to love the Lord Jesus, എന്റെ പിതാവ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ആരംഭിച്ചു. right after my father gave his heart to Jesus, കാരണം എന്റെ പിതാവ് തന്റെ ഹൃദയം യേശുക്രിസ്തുവിന് നൽകിയതിനു ശേഷം my mother died. എന്റെ അമ്മ മരണപ്പെട്ടു. Neighbors mocked at him. They even laughed at him and said, Mr. Thangasamy, we are going to watch how God is going to bless you. തങ്കസ്വാമി, ദൈവം നിങ്ങളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുവാൻ പോകുന്നതെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. My father's favorite verse is, the Lord will perfect everything concerning me. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്നതായിരുന്നു എന്റെ പിതാവിനെ ഏറെ ഇഷ്ടപ്പെട്ട വാക്യം. So his neighbors insulted him with the very word that he said. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അയൽവാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. But then the Lord honored my father right before his neighbors. എന്നാൽ അദ്ദേഹത്തിന്റെ അയൽവാസികൾക്ക് മുൻപാകെ തന്നെ ദൈവം എന്റെ പിതാവിനെ മാനിച്ചു. The Lord blessed me and took me to serve the Lord. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവത്തെ സേവിക്കുവാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. Before even my mother died, as she was sick, I got married to my husband. എന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ്, എന്റെ അമ്മ രോഗിയായിരിക്കുമ്പോൾ തന്നെ എന്റെ വിവാഹം മംഗളകരമായി നടന്നു. My husband was serving the Lord, എന്റെ ഭർത്താവ് ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയായിരുന്നു. and they would be all the time in prayer. ആ കുടുംബത്തിലെ എല്ലാവരും എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. And my mother will say, surely my daughter will be blessed. എന്റെ അമ്മ ഇപ്രകാരം പറയും, തീർച്ചയായും എന്റെ മകൾ അനുഗ്രഹീതയാകും. As a family is always in the attitude of prayer, അവളുടെ കുടുംബം എല്ലായ്പ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്നു, അവർ my പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. daughter will be certainly blessed. എന്റെ മകൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. According to her faith, the Lord has blessed me today. എന്റെ അമ്മയുടെ വിശ്വാസം അനുസരിച്ച് ദൈവം ഇന്നെന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. As you are watching me, ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ I don't lack in any good thing. എനിക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന് എനിക്ക് പറയാനാകും. Just like David said, I am also saying, I don't lack in any good thing. ദാവീദ് പറഞ്ഞതുപോലെ ഞാനും പറയും, എനിക്ക് ഒരു നന്മയ്ക്കും കുറവില്ല.
The Lord is so good to me. ദൈവം എനിക്ക് വളരെ വളരെ നല്ലവനായിരുന്നു. His goodness, His love is following me all the days of my life. ദൈവത്തിന്റെ നന്മയും കരുണയും സ്നേഹവും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. Even though I walk through the valley of the shadow of death, the Lord never left me. ഞാൻ മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയാലും ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല. Today I am what I am because of the love of the Lord Jesus. ഇന്ന് ഞാനായിരിക്കുന്നതിന് കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. David always acknowledged God to be always with him. ദാവീദ് എപ്പോഴും ദൈവം തന്നോടൊപ്പമുണ്ടെന്ന് ഏറ്റു പറഞ്ഞിരുന്നു. He always imagined sitting at the Lord's banquet table. താൻ എപ്പോഴും ദൈവത്തിന്റെ വിരുന്ന് മേശയിലാണെന്ന് ദാവീദ് സങ്കൽപ്പിച്ചിരുന്നു. That's why he said, before my enemies the Lord has prepared a table. അതുകൊണ്ടാണ് എൻ്റെ ശത്രുക്കൾ കാണുകെ ദൈവം എനിക്ക് ഒരു വിരുന്നൊരുക്കുന്നു ദാവീദ് പറഞ്ഞത്. Just rightly as David said, the Lord blessed him. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചു. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ദൈവത്തിന് സ്തുതി.